പ്ലാൻ ചെയ്തിട്ടുകായിരിക്കുക കിടന്നേ ചുറ്റിലെ സർക്കിളൊന്നും പോലും ഹായ് ഹലോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ എണീറ്റപ്പം മുതൽ എന്തോ ഭയങ്കര കാലാവസ്ഥയൊക്കെ മോശമാവുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ മൺസൂൺ അടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര ചൂടായിരുന്നു, അസാധ്യ ചൂട്. അപ്പോൾ ഇന്ന് ഗാർഡനിങ് കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. മഴ വരാൻ മുമ്പ് കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണം. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ മഴ ആകുമ്പോഴത്തേക്ക് ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആവണം എന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ പരിപാടി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഗാർഡൻ ബെഡ് ഉണ്ടാക്കണം. ഗാർഡൻ ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ, ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണം, ഗാർഡൻ ബെഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. നമുക്ക് ഗാർഡനിങ്ങിന് ഞാൻ പറ്റില്ല ഒരു ബെഡ് റെഡിയാക്കാനുണ്ടെന്ന്. അപ്പോൾ അതിന് ഇങ്ങനത്തെ കുറച്ച് ജോയിൻറ്റ്സ് ആവശ്യമുണ്ട് കേട്ടോ. അത് മേടിക്കാൻ പോവാണ്. നെക്സ്റ്റ് പരിപാടി, ഇവിടെ മഴയൊക്കെ പെയ്തു, നല്ല മഴയൊക്കെ ആയിരുന്നേ. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഗാർഡനിങ് പരിപാടിയൊന്നും നടന്നില്ല. തള്ളു തള്ളു രണ്ട് കപ്പൽക്കാരായിക്കോട്ടെ. ഇവിടെ എന്തൊരു ബുദ്ധിമുട്ട്. കാരണം ഇങ്ങനെ പന്നെ തള്ളേച്ച് പോയിപ്പോ തിന്നോണ്ട് കിട്ടീനടാ വീഡിയോയില്. ഞങ്ങൾക്ക് പോയ സംഭവം ഇല്ലേ, അതെടുത്തൂടാ. ഇത് വാങ്ങാൻ പോയതായിരുന്നു. നല്ല 5 കിലോ പേര്. ഇത് വാങ്ങാൻ പോയതായിരുന്നു. അത് ഇല്ലാന്ന് പറഞ്ഞു. ഇതെന്നത് ഇതിനെന്നെ ചൊല്ലും. ഇത് ഈ നാട്ടിൽ തന്നെ കിട്ടാന്നാണ് ചൊല്ലുണ്ട്. ഇതല്ലേ നമ്മളെ കേക്ക് ഇന്ന് പോവാണ്. കേക്ക് അന്നത്തെ ഇന്നലത്തെ നൈറ്റ് ഗ്യാതറിങ്ങിന് ഉണ്ടായില്ല, നിങ്ങൾ കണ്ടില്ലേ? കേക്കിന് മക്കളുണ്ടായിരുന്നു, കേക്ക് വന്നിട്ടില്ല. കേക്കിന് വേണ്ടി തന്നെയായിരുന്നു ആ ഔട്ടിങ് പോയത്. എന്നിട്ട് കേക്കില്ല, ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്ക്. ഇന്ന് റഷി ആൻഡ് അയ്യോ സ്ഥലങ്ങില്ലടോ. റഷ്യയും കേക്കും പോവാണ്. ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ കുറേ നാളായിട്ട് പറയുന്നുണ്ട്. ഇനി കേക്ക് പോയി കഴിഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. ഇപ്പൊ ഇത് ഏറ്റവും മൂത്താള്. ഇപ്പൊ ചെറുതായിട്ട് ഞാൻ ഇൻട്രോ തരാം. ഇത് ഏറ്റവും മൂത്താള് റസാക്ക്. ഏറ്റവും മൂത്തത് ചളിയാണ് മെയിൻ ആശാന്. പിന്നെ അപ്പൊ റസാക്ക എന്നാണ് പേര്. ഞങ്ങള് വിളിക്കുന്ന കേക്ക്. ആള് എഴുത്തൊക്കെ ഉണ്ട്, ഇപ്പൊ ബുക്കിന്റെ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആള് റഫീഖ്, ആറ്റവാന്ന് പറയും ഞങ്ങള്. പിന്നെ മൂന്നാമത്തെ സമീന, പിന്നെ ഞാൻ പിന്നെ റഷി. ഓക്കെ, ആണ് ഉള്ളത്. പിന്നെ അപ്പൊ അത്യാവശ്യം ഫേമസ് ആണ്. പിന്നെ ഇത് റെമിൻ, അമൂൽ ബേബി. പിന്നെ അതിന്റെ ഇളയതാണ് എസിലിൻ, എണീറ്റിട്ടില്ല. കേക്കിന്റെ 2 മക്കളാണ്, പാച്ചു, ഹെൻസ. നമ്മുടെ ഔട്ടിങ്ങിൽ കണ്ടില്ലേ. പിന്നെ റപ്പു ഇല്ലേ, കാറെന്ന് പറഞ്ഞോട് ആറ്റവേട മോൻ.
അപ്പൊ അത്രയാണ് നമ്മുടെ ഫാമിലി. അതെ, റെമിനാണ് പേരക്കുട്ടികളിൽ ഏറ്റവും മൂത്തത്, ഏറ്റവും ഇളയത്. അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെ ഉറങ്ങണ്ടേ? ചുമ്മാ തള്ളി മറിക്കാണ് ഇവൻ കള്ളം. അപ്പൊ അത്രേ ഉള്ളൂ. ചായ വേണമെങ്കിൽ എല്ലാവർക്കും അപ്പൊ ഞാനൊരു ചായ കൊടുക്കട്ടെ. എനിക്കും പാൽ ആവശ്യത്തിന് കയറ്റിയത് കൂടെ പാൽ ചായ വരില്ല. അതെ, ഗാർഡനിങ് ആണ് മെയിനായിട്ട് ഇൻട്രോ പറഞ്ഞതെങ്കിലും അതിനുശേഷം കുറേ സ്ഥലങ്ങളിലേക്ക് പോയി. പച്ചക്കറി വന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി മേടിക്കാൻ പോയി. ദെൻ റഷീഖിന് എവിടെയോ പോകണമെന്ന് പറഞ്ഞിട്ട് അത് പോയി. പിന്നെ ഇത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു കണക്ടർ മിസ്സിങ് ആയിരുന്നു. അത് വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ല. അവസാനം തപ്പി ഇവിടുന്ന് തന്നെ വന്ന് തപ്പി കിട്ടി. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാർഡൻ ബെഡൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഫില്ല് ചെയ്യാൻ മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ ഗാർഡൻ ബെഡ് ആയി കഴിഞ്ഞാലില്ലേ, ഇതിപ്പോൾ ഒരു കുറേ ഗ്രോ ബാഗിൻ്റെ ഒരു ഗുണം ചെയ്യും. ഒരുപാട് ഗ്രോ ബാഗ് ചേർത്ത് വെച്ച് ഇതിൻ്റെ ഒരു ഉപകാരമുണ്ട്. മാത്രമല്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളെ വളർത്താം. ഒരുപാട് ചെടികൾ ഇതിൽ മിക്സായിട്ടൊക്കെ വളർത്താൻ പറ്റും. അപ്പം ഞാൻ മുമ്പ് ഒരു വുഡനായിട്ടുള്ള ഗാർഡൻ, ഇതേപോലെ ഗാർഡൻ ബെഡ് വുഡനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ മുളക്, പച്ചമുളക്, പിന്നെ വഴുതിനൊക്കെ അങ്ങനെയായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. നല്ല യൂസ്ഫുള്ളാണ്. കാര്യം കിച്ചൺ വേസ്റ്റൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ജസ്റ്റ് കുഴിച്ചിടാം. ഒരു അടിപൊളിയായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ നനഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇത് അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇത് വിത്ത് PVC പൈപ്പ് നമുക്ക് മേടിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിത് ഇന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിൽ നട്ടു കൊടുക്കാനുണ്ട്. മാത്രമല്ല മഴയൊക്കെ വരാൻ പോവുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ഒന്ന് കുറച്ച് നമ്മൾ സീഡൊക്കെ വളരുമ്പോഴത്തേക്ക് ഇതും ഒന്ന് സെറ്റായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കരിയിലുണ്ടല്ലോ, അതാണ് അതിൻ്റെ ബേസായിട്ട് കൊടുക്കുന്നത്. ഗ്രോ ബാഗ് എന്ന് മാത്രമല്ല ഗാർഡൻ ബെഡൊക്കെ ആണെങ്കിൽ തന്നെ ഈ കരിയിലാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാണുമ്പോൾ ഇത് ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറെ നമ്മൾ കമ്പോസ്റ്റ്, കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ടിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അത്യാവശ്യം ഒന്ന് റെഡിയാവും, കമ്പോസ്റ്റാവും. അപ്പോൾ അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് കിച്ചൺ വേസ്റ്റൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട് ഇതിപ്പോൾ തലേന്നുള്ള ചക്കപ്പഴത്തിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ കുഴിച്ചിടാൻ നല്ല പണിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കും. പിന്നെ കിച്ചണിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ടുള്ള ഫുഡ് ലെഫ്റ്റ് ഓവേഴ്സ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മണലും ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും അടങ്ങിയിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഫുള്ള് സെറ്റ് റെഡിയാക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന കമ്പോസ്റ്റിനെ ഫുള്ള് മൂടുന്ന രീതിയിൽ ആ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കും. അങ്ങനെ അത്യാവശ്യം ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കുറേ നാളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇതൊന്ന് കമ്പോസ്റ്റ് ആവും. നമ്മളെന്തായാലും ഒരു വിത്തിട്ട് വളർന്നു വരാൻ ഒരു 30 days എങ്കിലും എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് ഇത് ഒക്കെ ഒന്ന് ഒതുങ്ങി കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ വന്നു തുടങ്ങി. ഇവിടെ ചെടികളൊക്കെ കണ്ടോ ഉണങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി താഴെ പോട്ടെ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ചുകൂടി നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡെയിലി ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. ഇവിടെ റൂഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാഗണി ഇങ്ങോട്ട് വന്ന കുറച്ച് ബ്രാഞ്ചൊക്കെ ഉണ്ടല്ലോ, അതെ ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വെയിലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പല സംഭവങ്ങളും അവിടെ വെക്കാൻ പറ്റുന്നുണ്ടായില്ല. എല്ലാം ഈ ഒരു സ്പേസിൽ മാത്രമേ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതൊക്കെ ഇവിടെയൊക്കെ ആ റൂഫിംഗ് ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ടൊന്ന് സ്റ്റാക്ക് ചെയ്യണം. അതെന്തായാലും ഇപ്പോൾ പറ്റില്ല. വൈകിട്ട് ഇവിടെ ഒരു 4:30 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വെയിലൊക്കെ ഒന്ന് റെഡിയാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കാണിച്ചിട്ടെ, കുറേ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ഗാർഡനിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് മിക്സഡ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഇത് ഞങ്ങൾ കാശിത്തുമ്പ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാശിത്തുമ്പ എന്ന് തന്നെയാണല്ലോ മലയാളീസും പറയുന്നത്.
അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറേ വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് സെറ്റാക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ പോളിനേറ്റേഴ്സ് കൂടും, ഈ കുറേ വണ്ടുകളൊക്കെ വരും, നമ്മുടെ കായൊക്കെ കൂടും. അതുകൊണ്ടാണ് ഞാൻ കുറേ ഫ്ലവേഴ്സൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചത്. പിന്നെ ഈ സൈഡ് കാണിച്ചു തരട്ടെ. ഇതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ പയർ പടരാനുള്ള സാമഗ്രികളൊക്കെ ഇത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് വാപ്പ ചെയ്തു തന്നതാണ്, ഈ ഒരു നെറ്റ് വെച്ചിട്ട്. പിന്നെ ഇവിടെയും കുറേ ഫ്ലവേഴ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ബീൻസ് ഉണ്ട്, പിന്നെ ക്യുക്കമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇത് പാവക്കയുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഇത് ശംഖുപുഷ്പം വരെ ഇവിടെ ഞാൻ വളർത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശംഖുപുഷ്പം. ഇത് കണ്ടില്ലേ, ഒരു ക്യുക്കമ്പർ കായായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നിത്യവൈദ്യന എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ, അത് അങ്ങോട്ട് പോയി, നമുക്ക് കൈ എത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ കയറിപ്പോയി. ഇതാണ് സംഭവം. പിന്നെ ഉള്ളത് ഇത് കടല, നമ്മുടെ സാധാ നോർമൽ കടല. പിന്നെ ഇവിടെ ആയിട്ട് ശംഖുപുഷ്പമൊക്കെ ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഗാർഡൻ അപ്ഡേറ്റ്സ് ഞാൻ കാണിക്കുന്നത്. ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ആയൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫുൾ ടൈമായിട്ട് ഇരിക്കാനൊന്നും പറ്റുന്നില്ല, ഈ വെയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്രയും ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ടയേർഡാവുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. എനിക്ക് പോയിട്ട് കുറച്ച് വർക്കുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.